ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളും പിന്നെ തിയേറ്റർ റിലീസ് ചെയ്ത ഈ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളും ഏതൊക്കെയെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ആഴ്ച ഈ ആഴ്ച എന്ന് പറയട്ടെ 8-ാം തീയതി പിന്നെ ഒരു സിനിമ 8-ാം തീയതി അല്ല 7-ാം തീയതി ആയിരുന്നു സിനിമ റിലീസ് ചെയ്തത്. അതായത് തങ്കമണി എന്ന് പറഞ്ഞ സിനിമ, ദിലീപിൻ്റെ തങ്കമണി എന്ന് പറഞ്ഞ സിനിമ 7-ാം തീയതി റിലീസ് ചെയ്തിരുന്നു. അത് ഞാൻ കണ്ടതാണ്. ആ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആരെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ആരും ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മനോരമ മാക്സ് അതുപോലെ തന്നെ ആമസോൺ പ്രൈം എന്നിവരൊക്കെ ആയിട്ടാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് അറിയുന്നുണ്ട്. ബാന്ദ്ര പോലെ തന്നെ ആവുമെന്നൊരു ആശങ്ക ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. തങ്കമണിയുടെ OTT റിലീസിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേറൊരു സിനിമ കൂടി പിന്നെ 7-ാം തീയതി തങ്കമണി റിലീസ് ചെയ്തു. 8-ാം തീയതി ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞൊരു മലയാള സിനിമ റിലീസ് ചെയ്തു. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. സുബീഷ് സുധി, ഷെല്യൻ കുമാർ, അജു വർഗീസ്, ഗൗരി ജി കിഷൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ട്. എന്തായാലും കാണണമെന്ന് വിചാരിക്കുന്ന സിനിമയാണ്. പക്ഷേ കുറഞ്ഞ തിയേറ്ററുകളിലെ ഈ സിനിമകൾ ഉള്ളതെന്നാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അതുപോലെ തന്നെ വേറെയും പിന്നെ 2 സിനിമകൾ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. മനസാ വാച എന്നൊരു കോമഡി ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയുണ്ട്. ദിലീഷ് പോത്തൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത്, ദിലീഷ് പോത്തനെ കൂടാതെ പ്രശാന്ത് അലക്സാണ്ടർ, അഹാന വിനേഷ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തൊരു കോമഡി ക്രൈം ഡ്രാമ സിനിമ മനസാ വാച എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും തിയേറ്ററിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു തിയേറ്ററിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സിറ്റ് എന്നൊരു ഹൊറർ ത്രില്ലർ മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. വിശാഖ് നായർ, ശ്രീറാം, റിനിഷ റഹ്മാൻ, ഹരീഷ് പരടി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സിനിമ. പക്ഷേ എൻ്റെ ഈ അടുത്തുള്ള തിയേറ്ററിലൊന്നും ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എക്സിറ്റിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ മനസാ വാച ഇതുവരെ ആരും റിവ്യൂ ചെയ്തതായി കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെയും തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. എന്താണെന്നറിയില്ല. ഇതുപോലെ കൊച്ചു സിനിമകളൊക്കെയാണ് തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ അടുത്തുള്ള തിയേറ്ററുകളൊന്നും എവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ 15-ാം തീയതി ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് അഞ്ചക്കള്ള കൊക്കാൻ. ലുക്മാൻ അവറാനും ചെമ്പൻ വിനോദും മേഘ തോമസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 15-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. എന്തായാലും കാണാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച, അതായത് 8-ാം തീയതി റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിനിമയുടെ പേര് വല്ലാത്തൊരു പേരാണ്. അഗാദോക്കാക്കോലോജിക്കൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മക്ബൂൽ സൽമാൻ, ലിയോണ ലിഷ്ണോയ്, പ്രശാന്ത് മുരളി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ട്രെയിലറൊക്കെ കണ്ടിട്ട് നല്ലൊരു രസം തോന്നുന്നുണ്ട്. പക്ഷേ എവിടെയും തിയേറ്ററിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും. എന്തായാലും തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ തിയേറ്ററിലുള്ളൂ. ഇപ്പം തന്നെ എന്താ പറയുക, മഞ്ഞുമൽ ബോയ്സ് അതുപോലെ തന്നെ പ്രേമലോ ഒക്കെ തിയേറ്ററിൽ പിന്നെ എന്താ പറയുക നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ സിനിമകളൊന്നും പിന്നെ കൂടുതൽ തിയേറ്ററുകൾ കിട്ടാതിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം, ഈ സിനിമകളൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി OTT അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യത്തെ ഒരു OTT അപ്ഡേറ്റ് തങ്കമണിയുടെ ഞാൻ പറഞ്ഞു, പലരും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ ഇതുവരെ അപ്ഡേറ്റുകളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അടുത്തൊരു പിന്നെ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ലുട്ടേറെ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. മാർച്ച് മാസം 22-ാം തീയതി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസാണ് ഈ ഒരു സീരീസ്. അടുത്തത് പിന്നെ ഷെയ്ത്ത എന്ന് പറഞ്ഞൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഈ കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ജ്യോതികയും മാധവും അതുപോലെ തന്നെ അജയ് ദേവ്ഗനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് മാസം ഫസ്റ്റ് വീക്ക് ഈ സിനിമ ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമ ഗുജറാത്തി മൂവിയെ വാഷ് എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്കാണ് ഈ ഒരു സിനിമ. സിനിമ കണ്ടിട്ടില്ല. എന്തായാലും OTT റിലീസ് ചെയ്യുമ്പോൾ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. തിയേറ്ററിൽ പോയി എന്തായാലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു സിനിമ. പ്രത്യേകിച്ചൊന്നുമില്ല, ഹിന്ദിയാണ്. ഹിന്ദി ഭാഷ വലിയൊരു പിടുത്തമില്ലാത്തത് കൊണ്ടാണ്. എന്നാലും പ്രധാനപ്പെട്ട സിനിമ അത്രയും പിന്നെ അങ്ങനത്തെ സിനിമകളൊക്കെ പോയി തിയേറ്ററിൽ പോയി കാണാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നല്ല റിവ്യൂസ് കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്ക് വരുന്നില്ല.
എന്നുള്ളതാണ്. പക്ഷേ ഞാൻ കണ്ടതാണ്, നല്ലൊരു കിടിലൻ സിനിമയാണ്. പക്ഷേ ഗുജറാത്തി മൂവി കിടിലൻ പടമാണ്. അതിൻ്റെ ഒരു റീമേക്ക് എന്ന് പറയുമ്പോൾ എത്രത്തോളം റീമേക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു തമിഴ് സിനിമയാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. അർജുൻ ദാസ് അതുപോലെ തന്നെ കാളിദാസ് ജയറാമൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പോർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് മാസം അവസാനം വീക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഈ സിനിമയുടെ ഒഫീഷ്യൽ, പിന്നെ എന്താ പറയുക, ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് ഒരു നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സീരീസാണ്. ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സീരീസ്. ക്യൂൻ ഓഫ് ടിയേഴ്സ് ആണ് സിനിമയുടെ സീരീസിൻ്റെ പേര് വരുന്നത്. കൊറിയൻ സീരീസാണ്. കൊറിയൻ ഭാഷകളിൽ മാത്രമായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വടക്കുവെട്ടി രാമസ്വാമി എന്ന സിനിമയാണ്. കഴിഞ്ഞ ദിവസം പിന്നെ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഇന്ത്യക്ക് പുറത്തായിരുന്നു വന്നിരുന്നത്. സന്താനം പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഇപ്പോൾ മുതൽ ഈ സിനിമ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ ആഹാ തമിഴിലും ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സർപ്രൈസ് റിലീസ് ചെയ്ത സിനിമയാണ് ആട്ടം എന്ന് പറയുന്ന സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു പരീക്ഷണ ചിത്രമാണ് ഈ ഒരു സിനിമ. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. തിയേറ്ററിൽ കണ്ട് ഈ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. OTT കണ്ടാൽ എന്തായാലും വർത്താവുന്ന ഒരു സിനിമ തന്നെയാണ് ആട്ടം എന്ന് പറഞ്ഞ സിനിമ. കണ്ടു നോക്കുക. കണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുള്ളൊരു സിനിമയായിരുന്നു മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത കൽബ് പറഞ്ഞ സിനിമയെക്കുറിച്ച്. ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നത് നിങ്ങൾ പലരും ചോദിക്കാറുണ്ടായിരുന്നു. ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ ഒരു സിനിമ. പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നേടിയിരുന്നെങ്കിലും പരാജയമായിരുന്നു. ഈ സിനിമ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. മാർച്ച് മാസം 22-ാം തീയതി ഈ സിനിമയുടെ ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഒഫീഷ്യലി കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു സർപ്രൈസ് റിലീസാണ് ഈ സിനിമ. കഴിഞ്ഞ ദിവസം ആട്ടം വന്നതുപോലെ ഈ ഒരു സിനിമ അടുത്ത ആഴ്ച മാർച്ച് മാസം 22-ാം തീയതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരാഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്നുള്ള കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു. എന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സിനിമകളൊന്നും തിയേറ്റർ റിലീസ് ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എക്സിറ്റ് ആകുന്ന സിനിമകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമകളാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സിനിമകളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള തിയേറ്ററിലൊന്നും കുറഞ്ഞ തിയേറ്ററുകളെ റിലീസ് ചെയ്യുന്നുള്ളൂ ഈ സിനിമകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാണാൻ ആയി പോകുന്നതും. നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് പിന്നെ എന്താ പറയുക, തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല. കുറഞ്ഞ ആൾക്കാരാണ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റാതായി പോകുന്നത്. അപ്പോൾ കൂടുതൽ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, നല്ല സിനിമകളൊക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.